ഹായ് ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും മെഹറിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർച്ചേസിങ് വീഡിയോ ആണ്. അതായത് എൻ്റെ ബ്രദർ ഖാദർ കരിപ്പടിയുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് ഫെബ്രുവരി 17. അപ്പോൾ അതിനായിട്ടുള്ള പർച്ചേസിങ്ങിലാണ് ഞങ്ങൾ. അപ്പോൾ പർച്ചേസിങ്ങിനായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയത് നമ്മളുടെ കാസർഗോഡുള്ള ഐവ സിൽക്കിലേക്കാണ്. ഐവയിൽ നമുക്ക് കളക്ഷൻസ് ഒന്നും കിട്ടിയില്ല. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് വേണ്ട കളക്ഷൻസ് അവിടെ നിന്ന് കിട്ടിയില്ല. കുറേ നമ്മൾ നോക്കി, നമുക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. അവർ കുറേ സാരി കാണിച്ചു. എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്തത് ഫാൻസി സാരിയാണ്. ഇവിടെ ആണെങ്കിൽ ചോളികളുടെയും ഗൗൺസിൻ്റെയും പട്ടുസാരിയുടെയൊക്കെ കലവറ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഫാൻസി സാരിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഫാൻസി സാരി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് എവിടെ ആക്കാന്നുള്ളത് നോക്കിക്കോളൂ. ഐവാൻ്റെ തന്നെ ഡിസൈനർ സ്റ്റുഡിയോ ആണിത്. നമ്മൾ ഇവിടെ പോയിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട പോലെ ഡിസൈൻ ചെയ്ത് തരാമെന്ന്. പക്ഷെ നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു പേടിയില്ലാതില്ല. അതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങിൻ്റെ കാര്യം നമുക്ക് സാരി കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഡിസൈനിങ് സെക്ഷനിൽ നിന്നും ഇറങ്ങി. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു സ്പോട്ടിന് കാണുമ്പോഴുള്ള ഒരു വൃത്തി ഡിസൈൻ ചെയ്തപ്പോൾ കിട്ടുമോ എന്നുള്ള ഒരു പേടി. അതായത് വലിയൊരു ഫങ്ഷനാണല്ലോ. ആ ഫങ്ഷൻ ഇപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഒരു സാരി എടുക്കാനാണ് ആഗ്രഹിക്കുന്നുള്ളത്. അപ്പോൾ ഇത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി നേരെ പോയത് എങ്ങോട്ടാണെന്ന് കണ്ടോളൂ.
പ്രതീക്ഷയിലാണ് കേസ് ഇങ്ങോട്ടേക്ക് വന്നത്, നിക്കിയിലോട്ട്. നമ്മളുടെ കാസർഗോഡുള്ള ഓൾഡ് ബസ് സ്റ്റാൻഡിൽ സിറ്റി ഗോൾഡിൻ്റെ ബാക്കിലായിട്ടാണ് നിക്കി സ്ഥിതി ചെയ്യുന്നുള്ളത്. നല്ല പ്രതീക്ഷയിലാണ് വന്നത്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളുടെ സ്ഥിരം ഷോപ്പാണിത്. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഫാൻസി സാരിയുടെ കളക്ഷൻസ് ഇല്ല. ഇവർ പറഞ്ഞു ഞങ്ങൾ ഫാൻസി സാരി ആയിട്ട് വലിയ ഇതില്ല, ഇപ്പോൾ ചുരിദാറിലും ചോളിയിലും ഗൗണിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കല്യാൺ സിൽക്കിലോട്ടേക്ക് പോയി. കല്യാൺ സിൽക്കിലോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുമ്പോഴുള്ള കുറച്ച് പട്ടി ഷോസും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ ഇതാക്കായിരുന്നു. സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുമാതിരി പട്ടി ഷോസും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ സാരി സെക്ഷനിലോട്ടേക്ക് എത്തിയിട്ട് നല്ല വമ്പൻ സ്വീകരണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഫാൻസി സാരി നോക്കി. ഇവിടെ കളക്ഷൻസ് ഇല്ലാതില്ല, പക്ഷെ നമുക്ക് പറ്റിയ കളക്ഷൻസ് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടു കേട്ടോ. ഞങ്ങൾ നേരെ സ്ഥലം വിട്ടത് നമ്മളുടെ ഫാൻസി സാരിയുടെ കലവറയായ ഒരു സ്ഥലത്തേക്കാണ്. അത് കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്, അതായത് മാംഗ്ലൂരുള്ള നമ്മുടെ സാരി പാലസിലേക്കാണ് വിട്ടത്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടോളൂ.
അങ്ങനെ ഞങ്ങൾ സാരി പാലസിലെത്തി ഗൈസ്. ഇവിടുത്തെ സാരി കളക്ഷൻസ് അടിപൊളിയാണെന്ന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസ്റ്റമറൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ ക്ലയൻസ്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാവരെയും കൂടി വലിച്ചുകൊണ്ട് വന്നതാണ് കേസ്. ഇനി ഇവിടുത്തെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടുത്തെ സാരിയൊക്കെ സെലക്ഷൻസൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. എന്തായാലും വെഡ്ഡിങ് സാരി, അതായത് റിസപ്ഷൻ സാരി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ വെച്ചാൽ അത് സർപ്രൈസാണ്. അതും കൂടി കാണിച്ചാൽ പിന്നെ ആ കല്യാണത്തിൻ്റെ സാരീൻ്റെ ഒരു ഇത് പോലെ, അതുകൊണ്ട് ആ സാരി കാണിക്കൂല. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞങ്ങൾ ഏത് സാരി സെലക്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളി. എന്താ വെച്ചാൽ അതല്ല എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല കഴിവാന്ന് ഞാൻ കരുതും. എല്ലാവരും കമൻറ്റിലോട്ട് വന്ന് പറഞ്ഞോളൂ ഏത് സാരി ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. അതും നമ്മളുടെ ഇവിടെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് ഖാദർ കരിപ്പിടിയുടെ നാക്കുളിക്ക് ഗൈസ്, ഖാദർ കരിപ്പിടിയുടെ ഭാര്യയാണ്, ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതാണല്ലോ. ഭാര്യയുടെയും ഖാദർ കരിപ്പിടിയുടെയും റിസപ്ഷനിൽ ഖാദർ കരിപ്പിടിയുടെ ഭാര്യ ഉടുക്കുന്ന സാരി ഏതാണെന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈൻഡ് ചെയ്യും. ഞങ്ങൾ കുറേ സാരി അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ പോയത് കാരണം എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ എന്തായാലും സാരി ഞങ്ങൾ കാണിക്കുന്നില്ല, ഞങ്ങളിപ്പോൾ തിരിച്ച് പോവാണ് ഗൈസ്. സാരി പാലസിനോട് എന്നേക്കും വിട എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ സാരി പാലസിൽ വരും. ഞങ്ങൾ പിന്നെ പോയി ഗൈസ്. ബൈ ഗൈസ്.